എല്ലാവർക്കും വീണ്ടും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം സിനിമ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇത്രയും സമയം പോയത്. മക്കൾക്ക് ഇപ്പോൾ ക്ലാസ്സൊന്നുമില്ല, എക്സാമൊക്കെ ആയതുകൊണ്ട് എക്സാമിൻ്റെ ആ ഒരു ദിവസം മാത്രം സ്കൂളിൽ പോയാൽ മതി. അതുകൊണ്ടൊക്കെ തന്നെയായിട്ടാണ് ഇങ്ങനെ സമയം കളയുന്നത്. അപ്പോൾ സിനിമ ഞാൻ മാത്രമേ കണ്ടുള്ളൂ കേട്ടോ, ഇവരാരും കണ്ടില്ല. ഇതായിരുന്നു ആ മൂവി. രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം ഉച്ചക്കത്തേക്ക് ഇനി വേറെ ഒഴിച്ചുകറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, തോരനും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ 5 മണിക്ക് ഞാൻ ഉണ്ടാക്കിയത് എന്നാന്ന് വെച്ചാൽ ചേട്ടയ്ക്ക് തോട്ടത്തിൽ പോകണമല്ലോ, അതുകൊണ്ടൊക്കെയാണ് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് താമസിച്ചു കേട്ടോ. ഭക്ഷണം കഴിച്ച ഉടനെ ടേബിളൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം കുറച്ച് ലൈസോളും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ലൈസോളോ എന്തെങ്കിലും തുടയ്ക്കുന്ന ലിക്വിഡൊക്കെ ഉപയോഗിച്ച് തുടയ്ക്കുവാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ലൈസോൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുത്തത് ടേബിൾ. പിന്നെ ഇതാ നമ്മൾ ഫുഡ് കഴിച്ച പാത്രങ്ങളും അതുണ്ടാക്കിയ പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് അപ്പുറത്തെ കിച്ചണിലോട്ട് കൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പാത്രങ്ങളൊക്കെ കഴുകൽ കുറവാണ്, അപ്പുറത്തെ കിച്ചണിലാണ് കേട്ടോ പാത്രങ്ങൾ കഴുകുക. സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുമല്ലോ, അപ്പോൾ അവർക്ക് അറിയണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയുന്നത് കേട്ടോ. ഇനിയിപ്പം ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഗ്യാസിൽ തന്നെയാണ് കേട്ടോ ചോറ് വെക്കുന്നത്. മാറി മാറി വെക്കും. ചില ദിവസം അടുപ്പത്ത് തീ കത്തിച്ചും വെക്കും, ചില ദിവസം ഈ ഒരു ഗ്യാസ് സ്റ്റൗവിലും വെക്കും കേട്ടോ. അരിയൊക്കെ കഴുകിയിട്ടു. ഇനി ഇത് ഒന്ന് തിളച്ച് കിട്ടാനായിട്ട് കുറച്ചൊരു സമയം എടുക്കും കേട്ടോ. ഒരു 10-15 മിനിറ്റിൻ്റെ അടുത്ത് എടുക്കും. വെള്ളം നന്നായിട്ട് ചൂടാകുന്നതിന് മുന്നാട്ടോ ഞാൻ അരി ഇട്ട് കൊടുത്തത്. കാരണം പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു പണിയുണ്ട്, ഒരു അത്യാവശ്യപ്പെട്ട പണിയുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ വഴിയുടെ ഫ്രണ്ടിലുള്ള കുരിശൊന്ന് ക്ലീൻ ചെയ്തിടാനായിട്ട് വന്നതാണ് കേട്ടോ. നിറച്ചും ഇലയെല്ലാം വീണിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മലകയറ്റമുണ്ട്. ഒരു 3 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും മല കയറാനായിട്ട് പോകും. അപ്പോൾ ഈ ഒരു വഴിയാണ് കടന്നു പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വന്നിട്ട് ക്ലീൻ ചെയ്തിട്ടത്. ഇതിപ്പോൾ നോയമ്പ് തുടങ്ങി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വരുന്ന കുരിശുമല കയറ്റമാണ് കേട്ടോ. അതുകൂടാതെ തന്നെ ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാൾ ഏപ്രിൽ 27 കേട്ടോ, പുതുഞായറിൻ്റെ അന്നാണ്. അന്നും ഇതേപോലെ തന്നെ മലകയറ്റം ഉണ്ടാവും കേട്ടോ. മലയാറ്റൂർ പള്ളി പെരുന്നാളും ഇവിടുത്തെ പള്ളി പെരുന്നാളും ഏകദേശം ഒരേ ദിവസം തന്നെയാണ്. പിന്നെ കുരിശടിക്കാൻ വന്നപ്പോൾ നമ്മുടെ ലോക്കങ്കാരിയുടെ സർക്കസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. കുരിശടിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അരി ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴുകാനെടുത്ത് വെച്ച പാത്രങ്ങളെല്ലാം വേസ്റ്റൊക്കെ ആദ്യം തന്നെ ഒന്ന് കഴുകി മാറ്റിയിട്ട് കഴുകുന്നത് കേട്ടോ എനിക്ക് എളുപ്പം. അതുകൊണ്ട് ആദ്യം വേസ്റ്റൊക്കെ ഒന്ന് കഴുകി മാറ്റുന്നുണ്ട്. പിന്നെ പാത്രങ്ങൾ ഓരോന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാഷിംഗ് ഏരിയയിൽ തുപ്പലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിനകത്തിട്ടിട്ട് പാത്രങ്ങൾ തേച്ച് കഴുകി എടുക്കുന്നത്. പാത്രം കംപ്ലീറ്റ് കഴുകി കഴിഞ്ഞ് ഇതേപോലെ വെള്ളം വാർന്ന് പോകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ വാർന്ന് പോയതിന് ശേഷം ഇതേപോലെ ഷെൽഫിൽ കൂടെയൊക്കെ തൂക്കിയിടും. തവികളെല്ലാം ഇതേപോലെയാണ് അടുക്കി വെക്കാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ തന്നെയാണ് പാത്രം കഴുകുന്നതും ഉണക്കാനായിട്ടെല്ലാം വെക്കുന്നത്.
പിന്നെ നമ്മുടെ ഒരു പപ്പായ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പഴുത്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ചനച്ചിട്ടുണ്ട്. റെഡ് ലേഡിയാണ്. അപ്പോൾ ഇത് പഴുക്കാനായിട്ട് പറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പഴുത്തെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ കളറൊക്കെ. അപ്പോൾ അത് പഴുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു കളറാണ് കേട്ടോ. നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ഈ ഒരു പഴത്തിന്. നമുക്ക് കട്ട് ചെയ്തിട്ട് ഫ്രൂട്ടായിട്ട് സെർവ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ, ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുമ്പം. അപ്പം അതായിരുന്നു ആ ഒരു പപ്പായ. പിന്നെ ഞാൻ വന്നത് 1-2 കമ്പ് വെട്ടാൻ വേണ്ടി വന്നതാണ്, പയറിനൊക്കെ കുത്താനായിട്ട്. അപ്പം ഈ ഒരു റബ്ബറിനകത്തെ കാടൊക്കെ വഴക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കമ്പുകൾ പയറിന് കുത്താനായിട്ട് നല്ലതാണ് കേട്ടോ. വട്ടേൻ്റെ ഒക്കെ കമ്പാണ്, അങ്ങനെയുള്ള അങ്ങനെയുള്ള മരങ്ങളില്ലേ, അതിൻ്റെ കമ്പാണ് കേട്ടോ. നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പാണ്. പയറിന് വള്ളി കയറി പോകാനായിട്ട് നല്ലതാണ്. ഈ കാണുന്നത് നമ്മുടെ പ്ലാവും കോഴിക്കൂടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഇത്രത്തോളം ചക്ക കായ്ച്ചിട്ടുണ്ട്. ഇത് മൂക്കാൻ തുടങ്ങുമ്പോൾ ഏകദേശം എല്ലാം കൂടി ഒരുമിച്ചാട്ടോ മൂക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ തിന്ന് തീർക്കുമൊന്നുമില്ല, ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് വേണ്ടുന്നവർ വന്ന് കൊണ്ടുപോയിക്കോളും, അങ്ങനെയാണ്. അപ്പോൾ എന്താ കമ്പൊക്കെ വെട്ടിക്കഴിഞ്ഞു, ഇനി ഇത് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ഇന്നെനിക്ക് വീഡിയോ എടുത്തു തരുന്നത് പെങ്ങളുടെ മോളാണ് കേട്ടോ. ആൾ വന്നിട്ടുണ്ട്, അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു തരുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ ട്രൈപോഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കൽ. അപ്പം ഇതാ ഈ പയറിന് കുത്താനായിട്ടാണ് ഞാൻ കമ്പ് കൊണ്ടുവന്നത് കേട്ടോ, ഇതേപോലെ കുത്തി വെക്കാനായിട്ട്. അപ്പം പയർ എളുപ്പത്തിൽ അങ്ങ് കയറിക്കോളും. പിന്നെ ഇത് കറിവേപ്പാണ് കേട്ടോ. കറിവേപ്പ് തീരെ നട്ടിട്ട് പിടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ബക്കറ്റിൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കറിവേപ്പ് പിടിച്ചു കിട്ടും കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ വളമായിട്ട് ചാണകപ്പൊടിയും കഞ്ഞോളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു തൈ കൊണ്ടുവച്ചാൽ തന്നെ അതിൻ്റെ ചുറ്റും നിറച്ചും വേര് പൊട്ടിയിട്ട് തൈകൾ പുതിയതുണ്ടായിക്കോളും കേട്ടോ. നിറച്ചും ഇല തിങ്ങിയിട്ട് പിടിക്കുവേ. തീരെ പിടിക്കാത്തവർക്ക് അങ്ങനെ ബക്കറ്റിൽ വെച്ചാൽ മതി കേട്ടോ. ബക്കറ്റിൽ വെച്ചാലും നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പ് കിട്ടും. ഇനിയിപ്പം ഉച്ചക്കത്തേക്ക് കറി വെക്കാനായിട്ട് സാമ്പാർ കറി വെച്ചതുണ്ട്. പിന്നെ തോരൻ വെക്കാനായിട്ട് കോവയ്ക്ക വറുക്കുകയാണ് കേട്ടോ. ഞാൻ തന്നെ നട്ടു വെച്ചിരുന്ന കോവലാണ്, ഇത്രത്തോളം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കറിക്കുള്ള കോവയ്ക്ക കായ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിറച്ചും അങ്ങ് കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല. കോവൽ നട്ടിട്ട് അധികം ആയിട്ടില്ല. ഇതേപോലെ ബക്കറ്റിലാണ് കോവൽ നട്ടേക്കുന്നത് കേട്ടോ. നിലത്തും ഒരെണ്ണം നട്ടു കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് അത്ര കണ്ട് അങ്ങ് പിടിച്ച് കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു ടൈപ്പ് കോവയ്ക്കയാണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഇതാ ഇത്രയും കോവയ്ക്ക ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പറിക്കാനുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ളതാണ് പറിച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഹരിത വഴുതനയാണ് കേട്ടോ. ഇതിൽ 2-3 വഴുതനങ്ങയും പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് മൂത്ത് പോവും. പിന്നെ ആ പഴുത്തത് ഞാൻ പറിച്ചത് വിത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ 4-5 പച്ചമുളകും പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വഴുതനയുടെ കുറച്ച് വിത്തൊക്കെ ഞാനിവിടെ വിത്താക്കാൻ വേണ്ടി കുറച്ച് വഴുതന കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇത് 4 ടൈപ്പ് വഴുതനയും 4 കളറുമാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് വഴുതനയുണ്ട് കേട്ടോ, മുട്ട വഴുതന. ഇതും നല്ലതാണ് തോരൻ വെക്കാനും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ടും. ഇതും ഒരു 5-6 പറിച്ചെടുത്തിട്ടുണ്ട്. ഇതും നിർത്തിയാൽ മൂത്ത് പോകും, അതുകൊണ്ട് പറിച്ചെടുത്തതാണ്. ഇന്ന് വഴുതനങ്ങ കറി വെക്കുന്നില്ല, നാളെ കറി വെക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് അടുക്കളത്തോട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോവയ്ക്ക തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് നമ്മുടെ യൂട്യൂബിനകത്തൊരു ജാഫർ ഇടുക്കിച്ചേട്ടൻ്റെ ഒരു റെസിപ്പി കണ്ടത് കേട്ടോ, കോവയ്ക്ക പൊരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പം അങ്ങനെ വെക്കാനായിട്ട് തോന്നി. അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്, കനം കുറച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കൂടെ കടന്നു പോയത് പെങ്ങളുടെ വച്ചാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം എൻ്റെ ക്യാമറമാനായിട്ട് വന്നതാണ്, വീഡിയോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മോളും ഉണ്ട് കേട്ടോ. ഈ സമയത്ത് പഠിക്കാൻ പറഞ്ഞതാണ് രണ്ടുപേരോടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പെരടിച്ച് വാരലും തൂക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ രണ്ടുപേരും നടക്കുന്നത്. പിന്നെ കോവയ്ക്ക അരിഞ്ഞതിലേക്ക് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വെയിലത്ത് ഒരു മുറത്തിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. ഇവിടെ മുറം ഇല്ലാത്തതുകൊണ്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. പിന്നെ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, അത് തിളപ്പിച്ച് ഊറ്റാനായിട്ട് വെച്ചു. പിന്നെ ഒരു മണിക്കൂറിൻ്റെ അടുത്താട്ടോ കോവയ്ക്ക വെയിലത്ത് വെച്ചത്. കുറച്ച് അധികം നേരം കോവയ്ക്ക വെക്കുവാണെങ്കിൽ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് കോവയ്ക്ക ഒന്ന് തിരിച്ചും മറിച്ചും
ചെറു തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതായിരുന്നു ആ ഒരു റെസിപ്പി. ഇല്ലാണ്ട് കോവയ്ക്ക ഞാൻ വേറൊരു ടൈപ്പും ഫ്രൈ ചെയ്യാറുണ്ട്. കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അതിനകത്ത് ഞാൻ സവോളയും പച്ചമുളകും തേങ്ങാക്കൊത്തെല്ലാം ഫ്രൈ ചെയ്തിടും. അതും ടേസ്റ്റാണ്, ഇതും ടേസ്റ്റാണ് കേട്ടോ. ഇതിന് വേറൊരു ടേസ്റ്റ്, അതിന് വേറൊരു ടേസ്റ്റ്, അങ്ങനെയാണ്. അപ്പോൾ പാചകം എല്ലാം കഴിഞ്ഞത്തേക്കും നമ്മുടെ സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളെല്ലാം. ഇനിയിപ്പം ചോറിൻ്റെ ടൈം ആയിട്ടുണ്ട്. ചോറിൻ്റെ കറികൾ രാവിലെ വെച്ച സാമ്പാറും പിന്നെ കോവയ്ക്ക പൊരിച്ചതും മാങ്ങാച്ചാറും. അപ്പോൾ ഇത്ര നേരം വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി.